അങ്ങനെ ഞങ്ങൾ എഗ് ഫ്രൈഡ് റൈസ് ടേസ്റ്റ് ചെയ്യാൻ പോവാട്ടോ. എങ്ങനെയുണ്ട് ചേട്ടാ? ഓ കൊള്ളാവോ? ആ ശരി ശരി. എങ്ങനെയുണ്ട് ചേട്ടാ? സൂപ്പർ. ഹായ് ഹലോ. കുറേ നാളായി. അപ്പം 2 മുട്ടയേ ഉള്ളൂ. എന്നതാ ഉണ്ടാക്കണ്ടേ? ഞായറാഴ്ച ദിവസം നമ്മൾ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ ഡിഷ്? അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് ഉണ്ടാക്കണം. അപ്പം ഞാൻ ആലോചിച്ചു എന്നാൽ പിന്നെ നമുക്ക് 2 മുട്ട കൊണ്ട് എന്നാ ഉണ്ടാക്കുമെന്ന്. അപ്പം എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ എന്ന്. അപ്പം അതിന് വേണ്ട സാധനങ്ങളെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഓർ പാം ഓയിൽ, പിന്നെ സോസുകൾ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പച്ചമുളക്, ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജ് ചേർക്കാം. ഞാൻ സവോള എടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ട പൊട്ടിച്ചത് ഒരു ബൗളിലിട്ടത് കേട്ടോ. ഇനി പാൻ റെഡിയാണ്. ഇനി റൈസും കൂടെ ഉണ്ട്. റൈസ് ഞാൻ കാണിച്ചു തരാം. റൈസും കൂടെ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് ബോയിൽ ചെയ്ത് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം, സോന മസൂരിയോ ബാസ്മതിയോ ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. ഇനി ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഒരു പാനൊക്കെ എടുത്തു. നല്ല എണ്ണയിൽ ശരിക്കും ഒന്നത് എണ്ണ ചൂടായപ്പം ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് ബീൻസ് ഇട്ടു ഫ്രൈ ആവാൻ വേണ്ടി. പിന്നെ ഉള്ള ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ആഡ് ചെയ്യുക. ഞാൻ സവോള, ക്യാരറ്റ്, ബീൻസ്, പച്ചമുളക് ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടു കേട്ടോ. നിങ്ങളുടെ വേറെ ഗ്രീൻ പീസോ ക്യാപ്സിക്കം ആവട്ടെ അങ്ങനെയുള്ള ഏത് വേണമെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്യാം കേട്ടോ എഗ് ഫ്രൈഡ് റൈസിന്. അപ്പം ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യണത്. ശരിക്കുള്ളത് വെന്ത് വരണം. ഒത്തിരി വേവൊന്നും വേണ്ട, എന്നാലും പകുതിക്ക് കുറച്ച് വെന്ത മാതിരി നമുക്ക് തോന്നുമല്ലോ, ആ ടൈപ്പിൽ ഞാനതിന് ജസ്റ്റ് ഒന്ന് വേഗം വേണ്ടിയിട്ട് നമ്മൾ സാധാരണ സവോളയൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് എന്താ ചെയ്യണം, അത് കുറച്ച് ഉപ്പൊക്കെ ഇടൂല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. അതുപോലെ ഞാനൊരു 1.5 സ്പൂൺ ഉപ്പിട്ടു. അപ്പോൾ ശരിക്കും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. നല്ല കട്ടിയുള്ള ചീഞ്ചട്ടിയാണെങ്കിൽ ശരിക്കും ഒന്ന് വെന്ത് കിട്ടും. അങ്ങനെ വെന്ത് കിട്ടാൻ വേണ്ടി ശരിക്കും ഒന്ന് ഇളക്കി എടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഈ ഗ്യാപ്പിൽ എന്താ പറയുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുവാണേ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉള്ളവർ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ എടുത്ത് അരിഞ്ഞ് ചതച്ചിട്ട് നമുക്ക് ക്രഷ് ചെയ്യണ സംഭവം ഉണ്ടാവുമല്ലോ കല്ല്, അതിൽ ക്രഷ് ചെയ്തിടുക. എന്നിട്ട് ശരിക്കും ഒന്ന് ഇട്ട് ഒന്ന് സിമ്മിലിട്ടിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, സിമ്മിൽ വെച്ചിട്ട് വേണം ശരിക്കും ഒന്ന് ഫ്രൈ ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം ശരിക്കും ഫ്രൈ ആയെന്ന് ഓർത്ത് വറുത്തണം. കറക്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് പിന്നെ ഒരിത്തിരി മഞ്ഞളിടണം. മഞ്ഞളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പച്ചക്കറിയിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു കളർ കിട്ടാൻ വേണ്ടി, എഗ് ഫ്രൈഡ് റൈസിന് ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടി മഞ്ഞൾ നല്ലതാണ് കഴിക്കുവാണെങ്കിൽ. അപ്പം കുറച്ച് ഇടുവാണ്, പേരിനൊരിച്ചിരി മഞ്ഞൾ. പിന്നെ ഞാനൊരു ബൗളിൽ ഒരിച്ചിരി 2 മുട്ട, നിങ്ങൾക്ക് ആവശ്യമുള്ള മുട്ട എടുക്കുക. ഞാൻ നാടൻ കോഴി മുട്ടയാണ് എടുത്തത്. ആ മുട്ട ബൗളിലെടുത്തിട്ട് കുറച്ച് ഞാൻ പെപ്പർ പൗഡർ ഇട്ടിട്ട് ഞാനതിൽ സെൻറ്ററിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പം അതൊക്കെ ഇട്ടിട്ട് ശരിക്കും ഒരു സ്പൂൺ എടുത്തിട്ട് ആ ബൗളിൽ കലക്ക. ഞാൻ പറഞ്ഞായിരുന്നല്ലോ മഞ്ഞളൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. മഞ്ഞളൊന്ന് ആഡ് ചെയ്ത ശേഷം ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നാലേ അതിന് ശരിക്കും ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടെ വെജിറ്റബിൾസും കൂടെ ശരിക്കും ഒന്ന് വെന്ത് കിട്ടണം. ഫുള്ള് വെന്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പാകത്തിൽ ഒന്ന് വെന്ത് കിട്ടണം. അപ്പം ഇനി നമുക്ക് മുട്ട ബൗളിലിട്ടില്ലേ ഈ കുരുമുളക് പൊടി, അപ്പം ആ കുരുമുളക് പൊടിയും പിന്നെയും മുട്ടയും അതിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് സ്പൂണിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലേക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ശരിക്കും ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് ഒഴിക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ
ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും വോയിസ് കുറവോ കുറച്ച് നോയ്സൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. കൊച്ചൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് എനിക്ക് ഉള്ള സമയത്ത് ഫ്രീ ഉള്ളപ്പോഴേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ സെൻറ്ററിൽ മുട്ട ഇട്ട ശേഷം സിമ്മിൽ വെച്ചിട്ട് അതൊരിച്ചിരി ഒന്ന് വെന്ത് കിട്ടണം. വെന്ത് കിട്ടിയ ശേഷം ശരിക്കും ഒന്ന് എല്ലാം ഈ വെജിറ്റബിൾസും കൂടെ കൂട്ടി ശരിക്കും ഒന്ന് ഇളക്കി ഉടച്ചെടുക്കണം. അതപ്പം അതുപോലെ ഒന്ന് എല്ലാം കൂടെ കൂട്ടി ഇളക്കി എടുക്കുമ്പോൾ അതിൻ്റെ എല്ലാം എന്താ പറയുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആ മഞ്ഞളും ഉപ്പും എല്ലാം കൂടെ പിടിച്ച് വരണം. അങ്ങനെ ചെറിയ തീയിൽ, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കുറച്ചും കൂടി തീ കൂട്ടിട്ട് ആക്കുവാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ എല്ലാം കൂടെ ചട്ടിയിൽ അങ്ങനെ വെന്ത് കിട്ടണം. വെന്ത് കിട്ടിയ ശേഷം ഇപ്പുറത്ത് നിങ്ങൾക്ക് ജീരകശാലയോ എന്താ പറയുക, ജീരകശാലം അരിയോ, ബിരിയാണിക്ക് യൂസ് ചെയ്യുന്ന അരിയില്ലേ, ബാസുമതി അരിയോ, ഏത് അരി വേണമെങ്കിലും എടുക്കാം. ഞാനെടുത്തത് അരി എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ഞങ്ങൾ 2 പേർക്ക് കഴിക്കാനുള്ളത് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ അളവൊന്നും ഞാൻ പറയുന്നില്ല, അളവ് പറയാനുള്ള എക്സ്പേർട്ടൊന്നും അല്ല. അതുകൊണ്ട് എൻ്റെ അളവിനനുസരിച്ച് ഞാനെല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്തതാണ്. അപ്പം നിങ്ങളും ഇതിൻ്റെ എല്ലാം നോക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഇതിൽ ശരിക്കും ഒന്ന് ഇളക്കി ഉടച്ച് കിട്ടിയിട്ടുണ്ട് ഏകദേശം. ഇനി നമുക്ക് സോസുകളൊക്കെ ഇടാം. സോയാ സോസ് ഇടുവാണേ, ഡാർക്ക് സോയാ സോസ് കേട്ടോ. അപ്പോൾ കുറച്ച് ടേസ്റ്റ് കിട്ടും. നമ്മൾ ഫ്രൈഡ് റൈസ് ഇടുമ്പോൾ പിള്ളേരൊക്കെ ഉണ്ടെങ്കിലും അവർക്കെല്ലാം നല്ല ടേസ്റ്റായിരിക്കും. ഡാർക്ക് സോസ് ഇട്ടിട്ട് പിന്നെ ടൊമാറ്റോ സോസില്ലേ, ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. ഹോം മെയ്ഡ് ചെയ്തത് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ വീട്ടിൽ അത് യൂസ് ചെയ്യാം. എനിക്കതിൽ സമയം കിട്ടാത്തതുകൊണ്ടും ഞാൻ കടയിൽ നിന്ന് മേടിക്കുകയാണ് ചെയ്തത്. ജസ്റ്റ് മേടിച്ചിട്ട് കൊണ്ടുവന്നേ ഉണ്ടായിരുന്നുള്ളൂ സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. അത് ജസ്റ്റ് ഒന്ന് ഞാനത് എടുത്ത് മിക്സ് ചെയ്തു. ശരിക്കും ഒന്ന് ഇളക്കി എടുക്കണം, എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഇളക്കണം. അപ്പം നല്ല റൈസാണെങ്കിൽ ഒന്നും കൂടെ വീഡിയോയിൽ കാണാൻ നല്ല രസമായിരിക്കും. കുറച്ച് ഫുള്ള് വേവരുത്, എന്നാലും കുറച്ച് വെന്ത് കിട്ടണം. ഐ മീൻ വേവ് കുറവാവരുത്. നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമല്ലേ, ആ പാകത്തിൽ വേവ് വേണം. അപ്പം ഞാൻ ഇച്ചിരി അങ്ങോട്ട് 5 മിനിറ്റ് മാറിയപ്പം എൻ്റെ ചോറ് ഇച്ചിരി അങ്ങ് വെന്ത് പോയി. അപ്പം ഇത്തിരി ഇതിനേക്കാൾ ഇച്ചിരി കുറച്ച് കിട്ടിയാൽ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ അപ്പോൾ നല്ല സൂപ്പറായിട്ട് മസാല ഒക്കെ കിട്ടിയിട്ടുണ്ട് എഗ് ഫ്രൈഡ് റൈസിൻ്റെ. ഇനി അങ്ങനെ ഫൈനലി നമ്മളെ എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല, നല്ല സൂപ്പറായിട്ടുണ്ട്. ക്യാരറ്റും ബീൻസും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആ സോസും എല്ലാം നല്ല ഫ്ലേവർ ഉണ്ടല്ലോ. മുട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം അടിപൊളിയുണ്ട് ടേസ്റ്റ്. കഴിച്ച് കാണിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് കഴിച്ച് കാണിക്കാത്ത. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.